ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ കാണുന്നതാ അവന്തിയെടുത്തി ഒറ്റയ്ക്ക് കിടന്ന് ഓടുന്നത്. ഒരു നേരത്തെ ആഹാരം പോലും സമയത്ത് കഴിക്കുന്നത് കണ്ടിട്ടില്ല. ഉറക്കത്തിന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി അവന്തിയെടുത്തിയും എങ്ങനെയാ മാനേജ് ചെയ്യുന്നതെന്ന്. ഒരു 100 വയസ്സ് വരെയുള്ള ജോലി ഇതിനോടകം തന്നെ എടുത്തി വിശ്രമമില്ലാതെ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാലം അവന്തിയെടുത്തി വെറുതെ ഇരിക്കട്ടെ എന്നാ എന്റെ ഒരു അഭിപ്രായം. അത് അർച്ചനയ്ക്ക് ഈ ബിസിനസിന്റെ കാര്യമൊന്നും അറിയാത്തതുകൊണ്ടാ. നമ്മുടെ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ഇത്രയും തിരക്കുകളിൽ നിൽക്കുമ്പോ ഞാനതൊക്കെ വിട്ട് പെട്ടെന്ന് മാറാന്ന് പറഞ്ഞാ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് ബിസിനസിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും എടുത്ത് ഈ കുടുംബത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്നത് കാണുമ്പോൾ നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. നന്ദേട്ടൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് നന്ദേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇനിയുള്ള കാലം ഇവിടെ ജീവിച്ചൂടെ? നന്ദേട്ടനും സച്ചേട്ടനും സന്ദീപും ഒക്കെ എല്ലാം നോക്കിക്കൊള്ളാന്നല്ലേ പറയുന്നത്? അതെ, ഇനിയെങ്കിലും നീ നിന്റെ ആരോഗ്യം നോക്ക അവന്തിക. അർച്ചന പറഞ്ഞ പോലെ ഓട്ടം കുറച്ച് കുറയ്ക്ക്. എന്നിട്ട് പഴയ പോലെ നീ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്ക്. എന്താ ഓഫീസിൽ പോയാലേ നിനക്ക് പറ്റുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇവര് പറയുന്നതിലും കാര്യമുണ്ട് മോളെ. എത്രയെന്ന് കരുതിയാ നീ ഇനിയും കഷ്ടപ്പെടുന്നത്? നന്ദൻ എല്ലാം പഴയ പോലെ നോക്കിക്കൊള്ളാന്ന് പറയുന്ന സ്ഥിതിക്ക് വെറുതെ ഓഫീസിൽ പോയിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. അർച്ചനയുണ്ടല്ലോ. അർച്ചന വരുന്നവരെ ഈ കുടുംബത്തെയും ബിസിനസ്സുകളും എല്ലാം നീ വണ്ടിക്കാള വലിക്കുന്ന പോലെ വലിച്ചു. ഇനി അർച്ചന പറഞ്ഞ പോലെ നീ ഇവിടെ വെറുതെ ഇരുന്നാ മതി. പിന്നെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നത് അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ അച്ഛാ? ഇനി മുതൽ അവന്തികയെ ഓഫീസ് കാര്യങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ല. എല്ലാം നിന്റെ ഇഷ്ടം. അവന്തികയെ ഇനി നിന്നെ ഓഫീസിന്റെ പരിസരത്തൊന്നും കണ്ടുപോകരുത്, കേട്ടല്ലോ?